വീട് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, എന്ന ഒരു പ്രത്യേകതയുള്ള ഒരു വീട്. അമേസ് ഹോംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ്, ഇപ്പോൾ ആത്തുംകുടി ടൈൽ ഇടുന്നതായാലും ശരി, എന്ത് ഐഡിയ പറഞ്ഞാലും അത് അവർ ഉൾക്കൊള്ളും. പറ്റില്ല എന്നൊരു വാക്ക് അമേസ് ഹോംസ് പറയില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ. നമസ്കാരം, ഞാൻ കേണൽ ജഗദീഷ് ചന്ദ്രൻ. ഞാൻ ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്യുകയാണ്. നിങ്ങൾ കാണുന്നത് വർദാൻ എന്ന കൊങ്കളത്ത് ഞാൻ പുതുതായി വച്ച വീടാണ്. ഇത് 16 സെൻറ്റ് സ്ഥലത്ത് 3100 സ്ക്വയർ ഫീറ്റിൽ ട്രഡീഷണൽ രീതിയിൽ വച്ച വീടാണ്. എൻ്റെ പേര് റോഷ്നി, ഞാൻ ഹൗസ് വൈഫാണ്. ഞങ്ങൾക്ക് 2 കുട്ടികൾ. മൂത്തത് മകള്, അവൾ ജർമ്മനിയിൽ PhD തീർന്നു, അടുത്ത ജോലിയായിട്ട് നോർവേക്ക് പോകാൻ റെഡിയായിരിക്കുന്നു. ഇളയത് മകനാണ്. മകൻ ബാംഗ്ലൂർ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ ഏകദേശം 1 വർഷത്തോളം സ്ഥലം തപ്പി നടന്നു. വീട്ടിനടുത്തുള്ള ഒരു സ്ഥലം ആണ് ആക്ച്വലി ഞങ്ങൾ കാണാൻ വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നുകയും, ഇതിൻ്റെ എലിവേഷൻ ആയിരിക്കാം, കാറ്റും വെളിച്ചവും ആയിരിക്കാം, എന്തോ ഒരു കാര്യം എന്നെ അട്രാക്റ്റ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് സ്ഥലം കാണാൻ വന്നത്. അന്ന് തന്നെ ഞാൻ വൈഫിനെയും കൊണ്ട് ഈ സ്ഥലം കാണിച്ചു. വൈഫിനും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് തന്നെ വീട് വയ്ക്കണം എന്ന് തീരുമാനിച്ചത്. വീട് വയ്ക്കണം എന്നുള്ള ആഗ്രഹം കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ തുടങ്ങി. നമുക്കായിട്ടൊരു വീട് വേണം എന്ന് പറഞ്ഞ് അപ്പം മുതലേ ഞങ്ങൾ നാട്ടിലില്ലായിരുന്നു, പുറത്തൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ അമ്മയോട് പറയുമായിരുന്നു വനിത വീട് മേടിച്ച് വെച്ചേക്കണം. അപ്പോൾ അമ്മയെ അങ്ങനെ കളക്ട് ചെയ്ത് കട്ടിങ്സൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്യായിരുന്നു. കിച്ചണിൻ്റെ വേറെ, ബെഡ്റൂം ഇങ്ങനെ ഇരിക്കണം, വീടിൻ്റെ എലിവേഷൻ ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ റിസർച്ച് നടത്തിയിട്ടുണ്ട് വീടിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ സ്ഥലം വന്ന് കണ്ട് ഇഷ്ടമായപ്പം പടങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് എല്ലാം കൂടെ ചേർത്ത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ഡിസൈൻ ട്രഡീഷണൽ വീടായിരുന്നു കൺസെപ്റ്റ്. ട്രഡീഷണൽ വീട് വയ്ക്കണം. കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വായിച്ചതും കണ്ടതും ആഗ്രഹങ്ങളും എല്ലാം കൂടെ ചേർത്തിണക്കി ഞങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ട് വരച്ചെടുത്ത ഒരു ഡിസൈനാണ് ഈ വീട്. വീട് വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നത് വീട് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, എന്ന ഒരു പ്രത്യേകതയുള്ള ഒരു വീട്. ട്രഡീഷണലാണ് താനും, എങ്കിൽ കണ്ട് മടുത്തതാവരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അമേസ് ഹോംസിനെ പരിചയപ്പെടുന്നത് വനിതാ വീട്ടിലെ എക്സിബിഷനിൽ വെച്ചാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് വീടിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു പ്ലാൻ, നമ്മൾ കൈ കൊണ്ട് വരച്ച ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അമേസിനെ പരിചയപ്പെടാൻ ഇടയായി. പലരെയും കോണ്ടാക്ട് ചെയ്ത കൂട്ടത്തിൽ അമേസിൻ്റെ അടുത്തും നമ്മുടെ ഡിസൈൻ കൊടുക്കുകയും അമേസ് വരച്ചു തന്ന ഡിസൈൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. അമേസിനെ വർക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ വർക്ക് എങ്ങനെയാണ്, അവർ ചെയ്ത വർക്ക്സിൻ്റെ ഉടമസ്ഥരുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതുമായ വർക്കുകൾ കാണാനായിട്ട് ഞാൻ പോവുകയുണ്ടായി. ഒരു വീട്ടിൽ പോയപ്പോൾ, പണി നടക്കുന്ന ഒരു വീട്ടിൽ പോയപ്പോൾ വീട്ടുടമസ്ഥ പറഞ്ഞത് വിശ്വസിച്ച് പണി ഏൽപ്പിക്കാം എന്നാണ്. എൻ്റെ വീടിൻ്റെ പണി കഴിയുമ്പോഴും എനിക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. അമേസ് ഹോംസിനെ നമുക്ക് വിശ്വസിച്ച് പണിയേൽപ്പിക്കാം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ സൈജു ഒരു കോംപ്രമൈസും ചെയ്യില്ല. കൺസ്ട്രക്ഷൻ നടന്ന് തുടങ്ങിയിട്ട് ഹസ്ബൻഡ് സ്ഥലത്തില്ലായിരുന്നു. ജേഷ്ഠൻ വേറെ സ്ഥലത്താണ് വർക്ക് ചെയ്യണം. അപ്പം ഞാനും മോനും കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളാണ് പണികളൊക്കെ നോക്കുമായിരുന്നത് എല്ലാം. അപ്പം എന്തെങ്കിലും എനിക്ക് അഭിപ്രായമുണ്ട്, അല്ലെ അവർ ചെയ്യണതല്ല എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ അതുപോലെ ചെയ്തു തരുമായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അവരെയും ശല്യം ചെയ്തിട്ടുണ്ട്. അല്ല എനിക്കിങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് ഞാൻ പല ഫോട്ടോ കാണിച്ചു കൊടുത്ത് അതുപോലെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, എനിക്ക് ബെഡ്റൂംസിൽ ബേ വിൻഡോ വേണം എന്നുണ്ടായിരുന്നു. എക്സ്ട്രാ കസേരയും മേശയൊന്നും ഇടാതിരിക്കാൻ വേണ്ടി, സ്ഥലം ലാഭിക്കാൻ, അതൊക്കെ അതുപോലെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ ബെഡിൽ ഡ്രസ്സിംഗ് റൂം എനിക്ക് ആവശ്യമുള്ളൊരു ഇതായിരുന്നു. വാക്കിൻ വാർഡ്രോബ് വേണമായിരുന്നു. അപ്പം അതും അതിനുള്ള സ്പേസ് ഇട്ട് ചെയ്ത് അതെല്ലാം നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അവർ. ഞങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് റൂമിൽ ഒരു ചെറിയൊരു ചുവരുണ്ടായിരുന്നത്, അതിനെ
ഒരു ക്രോക്കറി ഷെൽഫായിട്ട് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അത് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞു. സൈജു തന്നെയാണ് അതിൻ്റെ അവരുടെ ഐഡിയാസും നമുക്ക് നമ്മളിപ്പോൾ പറയണ എന്തെങ്കിലും ടെക്നിക്കലി പ്രോബ്ലം ഉള്ള കാര്യമാണെങ്കിൽ അത് അവർ പറയും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഇരിക്കും, അപ്പോൾ കൊള്ളൂല എന്ന് പറഞ്ഞ് അവരുടേതായ രീതിക്കും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പണിക്കാരെ പ്രത്യേകിച്ച് പറയണം, എല്ലാവരും നല്ല പണിക്കാരുമായിരുന്നു. പണിക്കാരെ കുറിച്ച് പറയുമ്പോൾ അമേസ് ഹോംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പണിക്കാരെല്ലാം മലയാളികളാണ്. ഇവരുടെ മേസൻസ് ആയാലും ശരി, കാർപ്പൻ്റർ ആയാലും ഏത് സെക്ഷൻ എടുത്താലും മേസ്ത്രിമാർ മലയാളികളാണ്. അതും 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ അവർ അപ്പോൾ തന്നെ അത് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്തു തരും. ബംഗാളികൾ വളരെ കുറവാണ്. അത് കയ്യാളിൻ്റെ അല്ലെങ്കിൽ വർക്കറായിട്ട് വല്ലവരും ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ മെജോറിറ്റി പണിക്കാരും മലയാളികൾ ആണ്. അവരുടെ വർക്ക് നല്ലതാണ് എന്നുള്ളതാണ് അമേസ് ഹോംസിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതൊരു ഉയരത്തിലുള്ള ഒരു പ്ലോട്ട് ആയതുകൊണ്ട് മാക്സിമം കാറ്റും വെളിച്ചവും വരത്തക്ക രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ക്രോസ് വെന്റിലേഷന് വേണ്ട ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിന് ഒരു അങ്കണം വേണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ അങ്കണം കൊടുത്തിട്ടുണ്ട്. അങ്കണം തന്നെ അങ്കണത്തിൻ്റെ ഒരു വെന്റിലേഷന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും അങ്കണത്തിലുണ്ട്. അങ്കണത്തിൻ്റെ റൂഫ് ഗ്ലാസ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഹോട്ട് എയർ വെളിയിൽ പോകത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനവും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വീടിന് വരാന്ത വേണമെന്നുണ്ടായിരുന്നു. അപ്പം മാക്സിമം 4 ചുറ്റിനും ഇല്ല, 3 ചുറ്റിനും ഇല്ലെങ്കിലും വരാന്തയോട് കൂടിയ ഒരു വീടാണ്. ചാരുകസേരയിട്ട് ഇരിക്കുന്ന രീതിയിൽ. ജേഷൻ്റെ അച്ഛനുണ്ട്, അപ്പം അച്ഛനും ഒക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിലൊരു വരാന്ത 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ സൈഡിൽ ചെറിയൊരു ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു പാഷ്യോ ടൈപ്പ് അത്രേ ഉള്ളൂ. ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് താഴെ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വെളിച്ചവും കയറും, കാറ്റും ഉണ്ട്. അത് തുറന്നു വയ്ക്കുമ്പോൾ നല്ല സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. വെളിച്ചവും കാറ്റും കയറി ഇറങ്ങുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം വാസ്തു അനുസരിച്ചും അമേസ് വാസ്തുവെല്ലാം വളരെ നന്നായി നോക്കുന്ന കമ്പനിയാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞതിനനുസരിച്ച് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്ത് തന്നതും. ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ ആത്തുംകുടി, തമിഴ്നാട്ടിൽ ആത്തുംകുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഹാൻഡ് മെയ്ഡ് ടൈൽസാണ് ഞങ്ങൾ ഇടണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും വീഡിയോ കണ്ടെടുക്കാനൊരു പേടിയായിരുന്നു. ഒരിടവും പോയി നോക്കാനായിട്ട് ഇവിടെ ഒന്നും ആരും ഇട്ട് കണ്ടിട്ടില്ല. ആത്തുംകുടിയിൽ പോയി അത് ചെയ്യണത് കണ്ട് അവരോട് സംസാരിച്ച് എത്രത്തോളം ജെനുവിനാണിത്, ഇട്ടാൽ നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊക്കെ ചേരുമോ ഇതൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയി കളറൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത്. അപ്പം താഴത്തെ നിലയിൽ ആത്തുംകുടി ടൈലാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക്. ഇട്ടപ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പുതുമയുണ്ട് ആത്തുംകുടി ടൈൽ. കണ്ടുമടുത്ത സെറാമിക് അല്ലെങ്കിൽ ഗ്രനൈറ്റ് പോലെയല്ല. ആത്തുംകുടി ടൈലിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെറിയ സൈസാണ്. 10 ഇഞ്ച് സ്ക്വയറിലെ ടൈൽസാണ്. ഹാൻഡ് മെയ്ഡാണ്. ചെറിയ ഇംപെർഫെക്ഷൻ ഉണ്ട്. അത് കാരണം ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഒരു ആനച്ചന്തമുണ്ട് ആത്തുംകുടി ടൈലിന്. ഞങ്ങൾക്ക് ഈ ഫ്ലോറ വേണ്ടെന്ന് ഞങ്ങൾ അമേസിനോട്, സൈജു സാറിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ സാറും പറഞ്ഞു ആവാം, എനിക്ക് തോന്നുന്നു അവരിട്ടിട്ടുണ്ടാവില്ല ഇത് ഒരിടത്തും. അപ്പം നമ്മൾ പോയി ഞങ്ങൾ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അവരെന്നായിരുന്നു അതിൻ്റെ ചിലവെല്ലാം നോക്കിയത്. പക്ഷേ അവിടുന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ ലേബേഴ്സ് വന്ന് ഞങ്ങൾക്ക് ഇട്ട് തരായിരുന്നു. അവർ ആദ്യമായിട്ട് കാണുന്ന പണിക്കാർക്കൊക്കെ വലിയ ഇഷ്ടമായി. കണ്ടപ്പോഴത്തേക്ക് ഇത് കൊള്ളാം, ഒരു പുതുമയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് അതിന് പ്ലസും മൈനസും ഒരുപാടുണ്ട്. അതിൻ്റെ പുറത്ത് കയറാൻ പാടില്ല, കുറേ നാൾ അത് അങ്ങനെ ഇട്ട് വെച്ചേക്കണം, പ്ലാസ്റ്റിക് ഇട്ട് വയ്ക്കണം, വളരെ ഡെലിക്കേറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് ഇട്ടതിൻ്റെതായ. അമേസ് ഹോംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ്, ഇപ്പോൾ ആത്തുംകുടി ടൈൽ ഇടുന്നതായാലും ശരി, എന്ത് ഐഡിയ പറഞ്ഞാലും അത് അവർ ഉൾക്കൊള്ളും. പറ്റില്ല എന്നൊരു വാക്ക് അമേസ് ഹോംസ് പറയില്ല. ടെക്നിക്കലി ഫീസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരും എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത.
പൂജ റൂമായിട്ടല്ലെങ്കിലും എനിക്ക് പൂജ സ്പേസ് വേണം എന്നുണ്ടായിരുന്നു. അതും ഓപ്പൺ ആയിട്ട് വേണ്ട. കാരണം താഴെയാണ് ഞങ്ങൾ പൂജ കൊടുത്തിരിക്കുന്നത്. അപ്പം താഴെ തന്നെ TV വെച്ചിട്ടുണ്ട്. ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ നാമം ചൊല്ലുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അവർക്കും ഡിസ്റ്റർബൻസ് പാടില്ല, പൂജ ചെയ്യണ ആൾക്കും പാടില്ല. അപ്പോൾ ചെറിയൊരു കവറിങ് കൊടുത്തിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റേഴ്സിൻ്റെ അടിയിലല്ല, നമ്മൾ ചവിട്ടി കയറുന്നില്ല, ഒരു സ്പേസ് അവിടെ എനിക്ക് കിട്ടി വേക്കൻ്റായിട്ട്. അപ്പം ഞാൻ അവിടെ ചെറുതായിട്ട് അവിടെ ഇവിടെയും കണ്ട ഡിസൈനൊക്കെ വെച്ചിട്ട് ഒരു എൻക്ലോഷർ പോലെ തീർത്ത് ഒരു പൂജ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുണ്ടാക്കി തന്നു, കാർപ്പൻറ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട്. ഞാൻ ഹാപ്പിയാണ് അതിൽ. പൂജയുടെ ഡിസൈനിൻ്റെ ഫുൾ ക്രെഡിറ്റ് റോഷിനിക്ക് പോകുന്നു. അതിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്തതും കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് അത് ഉണ്ടാക്കിക്കുന്നതും എല്ലാത്തിൻ്റെ സൂപ്പർവിഷൻ മുഴുവനും, അതിൻ്റെ പോളിഷിംഗ് ആയാലും ശരി, എല്ലാ കാര്യവും നോക്കി നടത്തിയത് റോഷിനിയാണ്. പിന്നെ അതുപോലെ കോട്ടയാടുണ്ട്, നമുക്ക് വേണമെന്ന് ആഗ്രഹമായിരുന്നു. മഴവെള്ളം വീഴുന്ന രീതിയിലല്ല നമ്മുടെ കോട്ടയാട്. ജസ്റ്റ് ലൈറ്റുമുണ്ട്, ഏറിയും ആവശ്യത്തിലല്ല, അതിൽ കൂടുതലും ഉണ്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം വീഴില്ല അതിനുള്ളിൽ. ആ രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ചെറിയ ഒരു കൃഷ്ണൻ്റെ രൂപവും ഒക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അല്ല വെള്ളം കെട്ടി നിർത്തുകയോ മീനിനെ വളർത്താനൊന്നുമുള്ള ഉദ്ദേശമൊന്നും ഇല്ല ഞങ്ങൾക്കങ്ങനെ. അത്രേ ഉള്ളൂ. എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുകയാണെങ്കിൽ വരാന്തയിലെ ചാരുകസേര. അതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. അവിടെ ആവുമ്പോൾ നല്ല കാറ്റുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നത് കാണാം, രാവിലെ ആവുമ്പോൾ മൈഗ്രേറ്ററി ബേർഡ്സ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതിനെല്ലാം പുറമെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും അവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. വൈകുന്നേരമാവുമ്പോൾ ആകാശത്ത് പല വർണ്ണങ്ങൾ, ഓരോ ദിവസവും ഓരോ വർണ്ണമാണ്. എൻ്റെത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഊഞ്ഞാൽ. നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. ആരും എൻ്റെ പണിയൊക്കെ തീർന്നിട്ട് ഒരു ബുക്കും എടുത്ത് അവിടെ പോയിരിക്കുക, അല്ലെങ്കിൽ ഒരു ചായയും കൊണ്ട് അവിടെ പോയിരുന്നാൽ സമയം പോണതറിയില്ല. അങ്ങനെ ഏത് സമയത്താണെങ്കിലും, വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് നല്ലതാണ് അവിടെ ഇരിക്കാനായിട്ട്, നല്ല രസമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും OTT പ്ലാറ്റ്ഫോമിൽ സിനിമ കാണുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ വീടിന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരു ഹോം തിയേറ്റർ വേണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. സ്ഥലപരിമിതികളിൽ നിന്നുകൊണ്ട്, അതായത് ഒരു ഹോം തിയേറ്ററിന് വേണ്ട ഡൈമെൻഷൻസ് അല്ല എൻ്റെ ഹോം തിയേറ്ററിനുള്ളത്. പക്ഷേ ആ ഹോം തിയേറ്റർ ഉപയോഗിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു ഹോം തിയേറ്റർ, വെറും ഒരു HD പ്രൊജക്ടർ ഫിറ്റ് ചെയ്ത് വളരെ എക്കണോമിക്കലായി, അതായത് ഒരു പാഡിങ്ങും കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് സ്ക്രീനില്ല, വീട്ടിൻ്റെ ചുവരിൽ തന്നെ അതിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഹോം തിയേറ്ററാണ്. ഈ കാണുന്ന പെയിൻറ്റിങ് എൻ്റെ മകൾ വരച്ചതാണ്. കോവിഡ് സമയത്ത് സമയം പോകാൻ വേണ്ടി മകൾ ചെയ്ത ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയാണ് ഈ പെയിൻറ്റിങ്. അത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി എല്ലാ ട്രാൻസ്ഫറിലും ഒരു കുഴപ്പവും വരാതെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുകയാണ്. മോള് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും, മോനും വരയ്ക്കും. ഞങ്ങൾ വീട് സെറ്റ് ചെയ്യാൻ തുടങ്ങി, പാല് കാച്ച് കഴിഞ്ഞ് വീട് സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മോളുടെ ഈ വർക്ക് എവിടെ പ്ലേസ് ചെയ്യണം, എവിടുന്ന് നോക്കിയാലും കാണുന്ന രീതിയിൽ എവിടെ വയ്ക്കണം. ആദ്യം വിചാരിച്ചു വരാന്തയിൽ വയ്ക്കാം, പിന്നെ വിചാരിച്ചു അത് വെയിലടിക്കുമ്പോൾ നാശമാവും. പിന്നെ പല ചുമരിലും, ആക്ച്വലി ഞങ്ങളുടെ വീട്ടിന് ചുമര് കുറവാണ്, ജനൽ, സ്ലൈഡിങ് ഡോസ്, കണ്ണാടി, അങ്ങനെ പറഞ്ഞിട്ട് ഈ വർക്ക് തൂക്കാനൊരു സ്ഥലം കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ഇവിടെ തന്നെ ആയിക്കോട്ടെ, കയറണതും അത് തന്നെ കാണട്ടെ എന്നും പറഞ്ഞാണ് ഇവിടെ തന്നെ അത് പ്ലേസ് ചെയ്തത്. കറക്റ്റായിട്ട് അത് വരികയും ചെയ്തു. ഫർണിച്ചറും ഒന്നും തടസ്സം വരാതെ അങ്ങനെ അവിടെ തന്നെ ഞങ്ങളത് വയ്ക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഏകദേശം 34 കൊല്ലത്തോളം ഇന്ത്യയുടെ പല ഭാഗത്ത്, വടക്ക് ലഡാക്ക് തൊട്ട് വടക്ക് കിഴക്ക് ആസാം വരെ സെർവ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ പല ക്യൂറിയോ ഐറ്റംസും അവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഈ വീട്ടിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഊഞ്ഞാൽ എന്ന് പറയുന്നത്, ഞങ്ങൾ ബറോഡയിലായിരുന്നപ്പോൾ ഗുജറാത്തികൾക്കെല്ലാം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഊഞ്ഞാലില്ലാത്ത ഒരു വീടും ഗുജറാത്തിൽ കാണാൻ പറ്റില്ല.
അപ്പോൾ അവിടെ കണ്ട ഒരു ഊഞ്ഞാൽ ഈ ഡിസൈൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അവിടെ ഇത് ഉണ്ടാക്കി കൊണ്ടു നടക്കുകയാണ് ചെയ്തത്. അതിലുള്ള ചങ്ങല ഇട്ടിരിക്കുന്നത് പോലും ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വാങ്ങിച്ച ചങ്ങലയാണ്. ഞങ്ങൾ വീട് വയ്ക്കാൻ നേരത്ത് ആ ഊഞ്ഞാൽ ഇടാനുള്ള സ്പേസ് വരെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഹുക്കൊക്കെ കൊടുത്താണ് ഉണ്ടാക്കിയത്. അപ്പം ഇവിടെ വേണം ഊഞ്ഞാൽ. അപ്പം ഇതിൻ്റെ പ്രത്യേകത ഇത് 2 വശത്തേക്കും ഇരിക്കാവുന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആകുമ്പം ഫ്രണ്ടിൽ ഗസ്റ്റ് വന്നിരിക്കണമെങ്കിൽ അവരെ ഫേസ് ചെയ്തിരിക്കാം, ഊണ് കഴിക്കാനാണ് ആൾക്കാരിരിക്കണമെങ്കിൽ അവരെ ഫേസ് ചെയ്തിരിക്കാം. ആ രീതിയിലാണ് ഈ ഊഞ്ഞാൽ. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. പിന്നെ രാജസ്ഥാനിൽ നിന്ന് ജറോക്ക ഉണ്ട്, ലഡാക്കിലെ ബുദ്ധ ഉണ്ട്, ഒരുപാട്. രാജസ്ഥാനിലെ ദ്വാർപാലക് എന്ന് പറഞ്ഞ് വീട്ടിന് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് അതാണ് രാജസ്ഥാനിലെ സാധനങ്ങൾ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തെയും സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ട് നടക്കുക, ഓരോ പോസ്റ്റിങ്ങിലും ഇത് കൊണ്ട് നടക്കുക എന്നുള്ളത് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഇരുമ്പ് പെട്ടിയുണ്ട്. അത് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു ഇരുമ്പ് പെട്ടിയാണ്. അത് തലമുറയായിട്ട് കൈമാറി അത് എൻ്റെ അടുത്ത് വച്ചിട്ടുണ്ട്. ദിവ്യമായിട്ട് ഞാൻ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ്. ആസാമിൽ ഞങ്ങൾ കല്യാണം കഴിച്ച് പോകുന്നത് ആസാമിലാണ്. അവിടെ നിന്ന് ഏകദേശം 30 കൊല്ലം മുമ്പ് വാങ്ങിച്ചതാണ് ഈ ചൈനീസ് ചെയർ. 8-9 പോസ്റ്റിങ്ങിൽ പലതരം കേടുപാട് പറ്റുകയും അതിനെല്ലാം ശരിയാക്കി വീണ്ടും ഈ സ്ഥിതിയിലാക്കി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. കോർണേഴ്സും അവിടെ നിന്നുള്ള തടിയിലാണ്, ആസാമിലെ തടി. ഇത്രയും വർഷം ഒരു കേടുപാടും കൂടാതെ കൊണ്ട് നടന്നു. ബാക്കിയെല്ലാം വീട് വച്ചതിന് ശേഷമാണ് വാങ്ങിക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്തത്. വീട് വെച്ച് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് ആഡ് ഓൺ ചെയ്യുമായിരുന്നു. ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം സ്ത്രീകൾ എപ്പോഴും അടുക്കളയിൽ നിന്ന് ഫുൾ ടൈം അടുക്കളയിൽ തന്നെ നിന്ന് അവർക്ക് പുറത്ത് ആര് വരണു, അവരോട് സംസാരിക്കാൻ ആളില്ല, ആരുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ കിച്ചണിൽ നിന്നാൽ ഫുൾ വീട് ഓൾമോസ്റ്റ് ഫുള്ളും കാണാം. അപ്പം എനിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ വരണ്ട. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് ഒരു ഓപ്പൺ കിച്ചണാണ് എനിക്ക് വേണ്ടതെന്ന്. വലിയ പാടാണ് ആയിക്കഴിഞ്ഞപ്പം തോന്നുന്നുണ്ട്, എപ്പോഴും വൃത്തിയാക്കി ഇടണം ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ. ഇത് ഒരു ഐലൻഡ് എനിക്ക് നിർബന്ധമായിരുന്നു. വേറെ ഒന്നിനല്ല, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോ അങ്ങനെയൊന്നുമല്ല. ഇതെൻ്റെ വർക്കിംഗ് ടേബിളാണ്. ഇവിടെ ഇരുന്ന് പച്ചക്കറി അരിയാം. ഇവിടെ ഞാൻ 2-3 ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഇതെനിക്ക് ഓവൻ വെക്കാനാണ്. സാധാരണ കേക്കും മറ്റും ഉണ്ടാക്കുമ്പോഴത്തേക്ക് സ്ലാബ് എല്ലാം ഒഴിക്കാൻ നിൽക്കണം, അടുത്ത് പ്ലാസ്റ്റിക് ഒന്നും പാടില്ല, സ്ലാബ് ചൂടാവും, ആ ടെൻഷനായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ ഓവൻ മാത്രം വയ്ക്കാനായിട്ടൊരു ഐലൻഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു പ്ലഗ് കൊടുത്തു. ബാക്ക് സൈഡിലൊരു ടവൽ റാക്ക് ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്, കൈ തുടയ്ക്കാനും മറ്റുമൊക്കെ ആയിട്ട്. മിക്കവാറും ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട്, കാല് കഴിക്കുമ്പോൾ ഇരുന്ന് പച്ചക്കറി അരിയാം. പിന്നെ കിച്ചണെല്ലാം ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെയാണ് സെറ്റ് ചെയ്തത്. ഞാനും കൂടെ നിന്ന് തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്യിച്ചിരിക്കുന്നത്. ഇപ്പം എല്ലാം ഹാൻഡി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം ചെറിയൊരു കിച്ചണാണ്, അത്ര വലിയ സ്പേഷ്യസ് ഒന്നുമല്ല. നമുക്ക് ക്ലീൻ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടുക്കളയാണ് എൻ്റേത്. ഇവിടെ കളർ വാർഡ്രോബിൻ്റെ ഒക്കെ കളറും അടുക്കളയുടെ ഇതിൻ്റെ അലമാരയുടെയൊക്കെ കളറും ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരു ലൈറ്റ് കളർ വേണം എന്നുള്ളൊരു രീതിയിലായിരുന്നു. പേസ്റ്റൽ കളേഴ്സ്, ആ ഒരു കോൺസെപ്റ്റിലാണ് കളർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് കളർ എപ്പോഴും കാണുന്ന പോലെ വുഡൻ ഷെയ്ഡ് വേണ്ട എന്ന് തന്നെയായിരുന്നു എനിക്ക്. അങ്ങനെ എടുത്ത ഒരു കളറാണ്. ടേബിൾ കൗണ്ടർ ടോപ്പും ചെറിയൊരു ഡിഫറെൻ്റാണ്, നിങ്ങൾക്ക് കാണാം. സാധാരണ എല്ലായിടത്തും ബ്ലാക്കാണ് ഇടുന്നത്, എനിക്ക് ബ്ലാക്ക് വേണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു യുണീക്ക് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം നാനോ ടൈലെന്ന് പറഞ്ഞിട്ട് വൈറ്റും വരുന്നുണ്ട്, അതും വേണ്ട. അപ്പോൾ ഞങ്ങൾ തപ്പി നടന്നിട്ട് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സാധനം കിട്ടിയത് ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സ്പ്ലാഷും ഇട്ടിരിക്കുന്നത് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അത് വർലി ഡിസൈനാണ്, വേറെ എങ്ങും കണ്ടിട്ടില്ല. അപ്പം ഒരു ഡിഫറൻസ് ഇരിക്കട്ടെ എന്ന് വെച്ച് ഞങ്ങൾ മേടിച്ചിട്ടതാണ്. ഒരു എല്ലാവരും കണ്ടവരെല്ലാം അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഹാപ്പിയായി അതിൽ.
ആകെ മൊത്തം ഒരു രസമുണ്ട്. ഈ വീട് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് വുഡൻ സ്റ്റെപ്സ് വേണം ഉള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. മെറ്റൽ സ്ട്രക്ചറിൽ തേക്ക് തടി കൊണ്ട് പൊതിഞ്ഞെടുത്തതാണ് ഈ സ്റ്റെപ്പ്. വളരെ മനോഹരമായിട്ട് സൈജുവിൻ്റെ ടീം അത് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബെഡ്റൂംസിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പ്ലോട്ട് ഹൈറ്റിലായതുകൊണ്ട് നല്ല വ്യൂ ആണ്, നല്ല കാറ്റുമാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള രീതിക്ക് ഞങ്ങൾ ബെഡ്റൂമിൽ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫുൾ വ്യൂ കാണാം ആ സൈഡിൽ. പടിഞ്ഞാറ് വശത്താണ് 2 ബെഡ്റൂമും വരുന്നത്. താഴത്തെ ഒരു ബെഡ്റൂമും ആ ഭാഗത്താണ്. ഒരു ബെഡ്റൂമിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം. അപ്പോൾ അതിന് വാർഡ്രോബിൽ ഒരു ചെറിയ ഇരിക്കാനുള്ളൊരു സ്പേസ് കൊടുത്താണ് ഞങ്ങൾ ഐഡിയ കൊടുത്ത് ഉണ്ടാക്കിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഇരിക്കാനുള്ള കസേരകളോ അങ്ങനെയൊന്നും ഇടുകയും വേണ്ട. മാക്സിമം നമുക്ക് റൂം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെറസിൽ കയറിയില്ലെങ്കിൽ തന്നെയും ഫസ്റ്റ് ഫ്ലോറിലിരുന്നും നമുക്ക് വ്യൂവും ഫ്ലൈറ്റ് ലാൻഡിങ്ങും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ്. ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ വരുന്നത് മഴ സമയത്തായിരിക്കും. മഴ അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ സൺസെറ്റ് കാണാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ പറയുമോ എന്തൊരു വ്യൂ, നല്ല ഭംഗി എന്ന് പറഞ്ഞ് വീണ്ടും വന്നവരും ഉണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ബാൽക്കണിയിലിരുന്ന് കോഫിയൊക്കെ കുടിക്കാനും നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ, ബാൽക്കണി ആയാലും ടെറസിലായാലും.